ദേശാഭിമാനി മുഖപ്രസംഗം 2026 ജൂൺ 16. UDF സർക്കാരിന്റെ വാഗ്ദാന ലംഘനം. സ്ത്രീകൾക്ക് KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുന്ന പദ്ധതിക്ക് UDF സർക്കാർ തുടക്കം കുറിച്ചു. ഈ നടപടി സ്വാഗതാർഹമാണ്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് UDF നൽകിയ വാഗ്ദാനവും ഇപ്പോൾ നടപ്പാക്കിയ പദ്ധതിയും തമ്മിലുള്ള അന്തരം വലുതാണ്. എല്ലാ KSRTC ബസ്സുകളിലും പരിധിയില്ലാതെ സൗജന്യ യാത്ര എന്നതായിരുന്നു വാഗ്ദാനം. സ്ത്രീകൾക്ക് അന്തർ സംസ്ഥാന തീർത്ഥാടനങ്ങളും വിനോദയാത്രകളും ഉൾപ്പെടെ സൗജന്യമായി നടത്താൻ കഴിയുമെന്ന് വാഗ്ദാനം ചെയ്താണ് UDF തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയത്. ജയിച്ചു കഴിഞ്ഞപ്പോൾ ഇതേക്കുറിച്ച് പഠനവും പരിശോധനയും ആവശ്യമാണെന്ന് പറയുകയും സാമ്പത്തിക ബാധ്യതകൾ ചർച്ചയാക്കുകയും ചെയ്ത ശേഷം ഓർഡിനറി ബസ്സുകളിൽ മാത്രമായി സൗജന്യ യാത്ര പരിമിതപ്പെടുത്തി. സൗജന്യ യാത്രയെന്ന് സർക്കാർ അവകാശപ്പെടുന്ന ബസ്സുകളുടെ കണക്കിൽ പൊരുത്തക്കേടുണ്ട്. ഇതിനിടെ ഒട്ടേറെ സർവീസുകൾ ഓർഡിനറി വിഭാഗത്തിൽ നിന്ന് മാറ്റുന്നതായും റിപ്പോർട്ടുകളുണ്ട്. സൗജന്യ യാത്രാ പദ്ധതി വഴി 800 കോടി രൂപ KSRTCക്ക് പ്രതിവർഷ ബാധ്യത വരുമെന്നും ഇത്രയും പണം സർക്കാർ നൽകുമെന്നുമാണ് പ്രഖ്യാപനം. അതേസമയം UDF സർക്കാർ അധികാരമേറ്റതോടെ സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി സ്തംഭിച്ചിരിക്കുകയാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സംവിധാനത്തിന് പുറത്തുള്ള നിർധന കുടുംബങ്ങളിലെ 35 മുതൽ 60 വയസ്സുവരെ പ്രായപരിധിയിൽ വരുന്ന സ്ത്രീകൾക്കും ട്രാൻസ് വനിതകൾക്കും മാസം തോറും 1000 രൂപ നൽകുന്ന പദ്ധതിക്ക് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് LDF സർക്കാർ തുടക്കമിട്ടത്. മാർച്ച് വരെയുള്ള തുക അനുവദിച്ച ശേഷമാണ് LDF സർക്കാർ ഒഴിഞ്ഞത്. ഏപ്രിൽ മെയ് മാസങ്ങളിലെ തുക നൽകാൻ UDF സർക്കാർ തയ്യാറാകുന്നില്ല. മാർച്ചിൽ ഗുണഭോക്താക്കളുടെ എണ്ണം 16.24 ലക്ഷമായിരുന്നു. ലക്ഷക്കണക്കിന് പുതിയ അപേക്ഷകളിൽ തീരുമാനമെടുക്കാതെയും UDF സർക്കാർ പദ്ധതിക്കെതിരായ നിലപാടിലാണ്. 31.34 ലക്ഷം പേർക്ക് ഈ പദ്ധതി പ്രയോജനം ചെയ്യണമെന്ന് LDF സർക്കാർ കണക്കാക്കിയിരുന്നു. ഇതിനായി ബജറ്റിൽ 3720 കോടി രൂപ നീക്കിവെക്കുകയും ചെയ്തു. അതായത് 3720 കോടി രൂപയുടെ പെൻഷൻ പദ്ധതി ഇല്ലാതാക്കുന്ന സർക്കാരാണ് 800 കോടി രൂപയുടെ പദ്ധതിയുടെ പേരിൽ കേമത്തം ചമയാൻ ശ്രമിക്കുന്നത്. 4 ഇരട്ടിയിൽ പരം അടങ്കൽ വരുന്ന പെൻഷൻ പദ്ധതി ഇല്ലാതാക്കി പരിമിതമായ തോതിൽ ഗുണഭോക്താക്കൾ വരുന്ന സൗജന്യ യാത്രാ പദ്ധതി നടപ്പിലാക്കുകയാണ് UDF സർക്കാർ. KSRTC ബസ്സുകളിൽ പല കാരണങ്ങളാൽ യാത്ര ചെയ്യാൻ സാധിക്കാത്തവർക്കും ഗുണകരമായിരുന്നു സ്ത്രീ സുരക്ഷാ പെൻഷൻ എന്നതും പ്രധാനമാണ്. KSRTC യാത്രാ സൗജന്യം ലഭിക്കുന്നത് ശമ്പളം വാങ്ങുന്നവർ ഉൾപ്പെടെയുള്ളവർക്കാണ്. സാമൂഹ്യമായും സാമ്പത്തികമായും ഏറ്റവും അടിത്തട്ടിൽ നിൽക്കുന്നവർക്കടക്കം ലഭിക്കേണ്ട സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി UDF ഭരണത്തിൽ അട്ടിമറിക്കുകയാണ്. ഈ പെൻഷൻ ലഭിക്കാൻ ഒരു മാസമായി തദ്ദേശ സ്ഥാപനങ്ങളിൽ വന്ന 5 ലക്ഷത്തിലേറെ അപേക്ഷകളാണ് കെട്ടിക്കിടക്കുന്നത്. ആശാ വർക്കർമാർക്ക് നൽകിയ വാഗ്ദാനം പാലിക്കുന്നതിലും UDF രാഷ്ട്രീയ സത്യസന്ധത പാലിച്ചില്ല. പ്രതിമാസ വേതനം 21,000 രൂപയായി ഉയർത്താൻ ആദ്യ മന്ത്രിസഭാ യോഗം തീരുമാനിക്കുമെന്ന VD സതീശിന്റെ ഉറപ്പ് ജലരേഖയായി. പ്രതിമാസ വേതനം 3000 രൂപ വർദ്ധിപ്പിച്ച് 12,000 ആക്കാനാണ് ആദ്യ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമ്പോൾ ബാക്കി നോക്കാമെന്നാണ് മുഖ്യമന്ത്രി വിശദീകരിച്ചത്. വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപയായി ഉയർത്തുമെന്ന വാഗ്ദാനം നടപ്പാക്കിയിട്ടുമില്ല. ഇതിനു വേണ്ടി വരുന്ന അധിക സാമ്പത്തിക ബാധ്യത സംബന്ധിച്ച് പരിശോധന വേണമെന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. ഒന്നും പഠിക്കാതെയാണോ ഉറപ്പ് നൽകിയതെന്ന ചോദ്യം ശേഷിക്കുകയാണ്. ഇത്തരത്തിൽ കപട വാഗ്ദാനങ്ങൾ നൽകി കബളിപ്പിക്കുന്നതാണ് UDF സർക്കാരിന്റെ ആദ്യ മാസങ്ങളിലെ അനുഭവം.